ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി അല്ലി ചെറുതാക്കി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ റൈസിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 2 കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, അതുപോലെ ഒരു 2 ഗ്രാമ്പു ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന റൈസിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ ബദാമും കിസ്മിസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഏത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റും ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇതൊന്നും ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ആപ്പിളൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഫ്രൂട്ട്സും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉറുമമ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൂട്ട്സ് നമ്മൾ അധികം ഒന്നും വേവിച്ചെടുക്കരുത്. അതിൻ്റെ ആ ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് വേവിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. അത് വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുരുമുളക് ചേർത്തിട്ടില്ല. നമ്മുടെ ആ ഒരു ഉണക്കമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെങ്ങനെ നല്ല ടേസ്റ്റാണ്. എന്താ വെച്ചാൽ ഉപ്പും കുറച്ച് ചെറുതായിട്ടൊരു പുളിപ്പും അതുപോലെ എരിവും മധുരവും എല്ലാം കൂടെ ഉള്ള നല്ലൊരു റൈസാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വീട്ടിലാണെങ്കിലും നമുക്ക് നല്ല ഒരു സൈഡ് ഡിഷൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.